Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. Unity Center for Medical Education, Kaningad and Neelesharam. Glass Palace, MM Road, Pilatara, Kannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തൃക്കരിപ്പൂർ ഉദിനൂർ മാച്ചിക്കാട്ട് ലോട്ടറി ടിക്കറ്റ് ഉപയോഗിച്ച് ഒറ്റ നമ്പർ ചൂതാട്ടം നടത്തിയ വയോധികൻ അറസ്റ്റിൽ. മാച്ചിക്കാട് കല്ലുവളപ്പിലെ KV സുരേന്ദ്രനെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരവും ഓൺലൈൻ പണമിടപാടും നടത്തിയതായി പോലീസ് കണ്ടെത്തി. വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ച് സംസ്ഥാന ലോട്ടറി ടിക്കറ്റിലെ ഒറ്റ നമ്പർ ചൂതാട്ടത്തിൽ ഏർപ്പെട്ട ഉദിനൂർ മാച്ചിക്കാട്ട് സ്വദേശി അറസ്റ്റിൽ. മാച്ചിക്കാട് കല്ലുവളപ്പിലെ KV സുരേന്ദ്രനെയാണ് ചന്ദര പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള ലോട്ടറി ടിക്കറ്റുകളുടെ അവസാനത്തെ 3 അക്ക നമ്പർ ഉപയോഗിച്ചാണ് ഒറ്റ നമ്പർ ചൂതാട്ടം ഇയാൾ നടത്തിവന്നത്. കാഞ്ഞങ്ങാട്ട് DYSP CK സുനിൽകുമാറിന്റെ നിർദ്ദേശത്തിൽ ചന്ദേര SI സതീഷ് വർമ്മയും സംഘവുമാണ് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. പരിശോധനയിൽ മൊബൈൽ ഫോണുകളും 2830 രൂപയും പോലീസ് കണ്ടെടുത്തു. ചൂതാട്ടത്തിന് മാത്രമായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ഗൂഗിൾ പേ വഴി നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ASI ലക്ഷ്മണൻ, ഡ്രൈവർ CPO സുരേഷ്, DYSP സ്ക്വാഡ് അംഗങ്ങളായ അജിത് പള്ളിക്കര, K ജ്യോതിഷ്, സുധീഷ് ഒരി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൂടുതൽ പേർ ലോട്ടറി തട്ടിപ്പിൽ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജപ്തി ഭീഷണി ഒഴിവാക്കാനും ഒപ്പം ക്യാൻസർ രോഗിയായ ഭാര്യയുടെ ചികിത്സയ്ക്കുമായി തന്റെ ഇരുനില വീട് നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകാനൊരുങ്ങുകയാണ് കേളകം അടയ്ക്കാത്തോട്ടിലെ ബെന്നി തോമസ് എന്ന പ്രവാസി. ഈ നറുക്കെടുപ്പിൽ ആർക്കും പങ്കുചേരാം. ചിലപ്പോൾ നിങ്ങളാകാം ഭാഗ്യശാലി. നമ്മൾ ഇന്നുള്ളത് കേളകം അടക്കാത്തോട് ബെന്നി തോമസിന്റെ വീട്ടിലാണ്. ഏറെക്കാലം പ്രവാസിയായിരുന്ന ബെന്നി തോമസിന് നമ്മോട് ഒരു ദുരിത ജീവിതകഥ വെളിപ്പെടുത്താനുണ്ട്. 3.5 പതിറ്റാണ്ട് കാലം പ്രവാസ ലോകത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വന്നിരുന്ന ആളായിരുന്നു നമ്മുടെ ബെന്നിച്ചേട്ടൻ. ഇന്ന് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും ഉൾപ്പെടെ ജപ്തിയുടെ വക്കിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് ചികിത്സയിലാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചിലവാകുന്നത്. അങ്ങനെ ഈ ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വളരെ ദൂരത്ത് നിന്നും ഈ അടക്കാത്തോട് എന്ന് പറയുന്ന പ്രദേശത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബെന്നിച്ചേട്ടനോട് തന്നെ ചോദിക്കാം. ബെന്നിച്ചേട്ടൻ ഏറെക്കാലം ഗൾഫിലായിരുന്നു അല്ലേ? ഞാൻ 1990 ഗൾഫിൽ പോയതായിരുന്നു. സൗദി അറേബ്യയിലാണ്. ഇപ്പം 35 വർഷത്തോളം സൗദി അറേബ്യയിൽ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യം ഒരു കമ്പനിയിലെ ഡ്രൈവറായിട്ടായിരുന്നു പോയത്. പിന്നെയാണ് ബിസിനസ്സിലേക്ക് നീങ്ങിയത്. ഒരു 2012 സമയത്താണ് ബിസിനസ് തുടങ്ങിയത്. ആ സമയത്താണ് ഈ വീടും ഈ സ്ഥലവും മേടിച്ച് ഈ 3300 സ്ക്വയർ ഫീറ്റ് വീടും ഈ വെച്ചത്. 2013 വെച്ച് അതിൻ്റെ കയറിക്കൂടൽ നടത്തിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് പിന്നെ കുറച്ചുകൂടെ ഫണ്ട് ഇത് അറേഞ്ച് ചെയ്തിട്ട് പേരാവൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് ഒരു 55 ലക്ഷം രൂപ ലോൺ എടുത്ത് ആ എമൗണ്ടും കൂടെ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അതങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ കൊറോണയുടെ സമയത്താണ് ഇതിൻ്റെ സ്പോൺസർ ആദ്യം ഒരു പ്രായമുള്ള ഒരു അദ്ദേഹമായിരുന്നു. അവിടെ സ്പോൺസറുടെ പേരിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി പെട്ടെന്ന് പ്രായമൊക്കെ ആയിരുന്നു. കൊറോണയുടെ സമയത്ത് മരിച്ചുപോയി. അതിന് ശേഷമാണ് മകനെ ഏൽപ്പിച്ചു. അങ്ങനെ കൊറോണയുടെ സമയത്ത് 1.5 വർഷം ഞാൻ നാട്ടിൽ വന്നില്ല.
അപ്പോൾ കൊറോണയുടെ ഇളവൊക്കെ ആയപ്പോഴാണ് നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ മകനെ കാണാനില്ല. ഈ മകനെ കാണാതെ വന്നുകൊണ്ട് അവിടെ ഒരു 5-6 മാസം അന്വേഷിച്ചു, പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ ആ സ്ഥാപനം പൂട്ടേണ്ടി വന്നു. അവിടുത്തെ മുനിസിപ്പാലിറ്റി വന്നിട്ട് അതിന് സീൽ ചെയ്ത് നമ്പർ രജിസ്ട്രേഷൻ തീർന്നു പോയതുകൊണ്ടാണ് സീൽ ചെയ്തത്. അപ്പോൾ പിന്നെ അവിടെ സ്പോൺസറുടെ പേരിൽ നടത്താൻ കഴിയത്തുള്ളൂ. അങ്ങനെ പിന്നെ അതിൻ്റെ ഗോഡൗണും കാര്യങ്ങളെല്ലാം അങ്ങനെ 2-3 കോടി രൂപയോളം നഷ്ടപ്പെട്ടു നമുക്ക്. പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് ഒരു 3-4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിലും വിറ്റ് കുറേ കടങ്ങൾ വീട്ടി. പിന്നെ ഈ വീടും സ്ഥലവും വിൽക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വൈഫിന് ആദ്യം 2 മുട്ട് ശസ്ത്രക്രിയ ചെയ്ത് മുട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ക്യാൻസറും കൂടെ വന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. കോഴിക്കോടായിരുന്നു. 1.5 വർഷം ഇവിടെ ആരും താമസിക്കാനൊന്നുമില്ലായിരുന്നു. അവർ 5 വർഷത്തിനാണ് ഈ ലോണ് തന്നിരുന്നത്. 2022 ക്ലോസ് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇൻട്രസ്റ്റ് മാത്രം അടച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർ ഒരു 2024 അത് കൊണ്ടിട്ട് ജപ്തി നോട്ടീസ് എല്ലാം ഇവിടെ കൊണ്ടുപൊട്ടിച്ചു. ഈ വാതിലിൽ കൊണ്ടുപൊട്ടിച്ചു. ഏത് പ്രവാസിയുടെയും സ്വപ്നമാണ് ഒരു ഭവനം എന്നുള്ളത്. ആ ഭവനം നിർമ്മിച്ച് അത് വിൽക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വിങ്ങലാണ് ഉണ്ടാവുക. ആ ഒരു വിങ്ങലിലേക്ക് സാറിനെ എത്തിച്ച ഘടകം എന്തായിരുന്നു? എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ് ഈ വീട് നഷ്ടപ്പെടുക എന്നുള്ളത്. പക്ഷേ നിലനിൽപ്പാണല്ലോ ഏറ്റവും വലിയ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള ആരുടെ മുന്നിലും കൈനീട്ടായത്. ഇപ്പോൾ നമ്മുടെ ഉള്ള ഒരു സ്വത്തിന് വീടാണെങ്കിൽ ഈ വീട് 26 സെൻറ്റ് സ്ഥലമുള്ളൂ. പിന്നെ ഇവിടെ ഒരു 15 സെൻറ്റ് സ്ഥലം കൊണ്ടുണ്ട്. ഇത് മൊത്തം 10,000 കൂപ്പൺ വിൽക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു വീട് വെക്കാമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു 10,000 കൂപ്പൺ എത്തുക എന്ന് പറഞ്ഞാൽ ഈ വർഷം മൊത്തം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് എല്ലാവരും ഈ കൂപ്പൺ എടുത്തവർ ആദ്യം എടുത്തവരൊക്കെ അവർ കുറേ എപ്പോഴാണ് നറുക്കെടുപ്പ് എപ്പോഴും കൂടെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഒരു 8,000 കൂപ്പണിൽ നിർത്താൻ കഴിയുന്നത്. എന്തെങ്കിലും എനിക്ക് സമാധാനം ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ പോകുന്നതിലും ഭേദം ആർക്കെങ്കിലും ഒരു ഭാഗ്യവാന് ഈ വീട് കിട്ടട്ടെ എന്നാണ് എൻ്റെ പകൂട്ടൽ. കാരണം നമുക്കൊരു വീട് നഷ്ടപ്പെടുമ്പോൾ വേറെ ഒരാൾക്ക് ഒരു വീടില്ലാത്തവർക്കോ ആർക്കെങ്കിലും ഒരു ഭാഗ്യവാന് ഈ വീട് കിട്ടട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം സ്വീകാര്യതയാണ് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ലഭിച്ചത്? നമ്മുടെ നാട്ടുകാരിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും വന്ന് കുറേ പേര് കൂപ്പൺ എടുത്തു. പിന്നെ ഇനി നറുക്കെടുപ്പിൻ്റെ സമയത്ത് കുറേ പേരും കൂടെ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും നല്ല സഹകരണമാണ്. അവരുടെ ഒരു നെഗറ്റീവായിട്ടോ ആർക്കും ഒരു പ്രശ്നം നമ്മളുള്ള സമയത്ത് എല്ലാവർക്കും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഒരു 2 വീടൊക്കെ പണിത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും രോഗികളും അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു ചാരിറ്റി ട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൽ നമ്മളൊരു മൊബൈൽ അതിൻ്റെ മൊബൈൽ ഫ്രീസർ ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഈ നാട്ടുകാർക്കെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഭാര്യയുടെ അവസ്ഥ ഇപ്പോൾ പറഞ്ഞല്ലോ, ക്യാൻസറിന് ചികിത്സയിലാണ്, ട്രീറ്റ്മെൻറ്റിലാണ്. അവരോട് കൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാണ്ട്, അവരുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ വിളിക്കും. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പം പിന്നെ കോഴിക്കോട് MBR ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇഞ്ചക്ഷന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുക. ഇപ്പോൾ 17 ആൻറ്റിബോഡി എടുക്കാനുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം സർജറി കഴിഞ്ഞു, പിന്നെ കീമോതെറാപ്പി കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു. ഇപ്പം ഓൺഗോയിങ് ആണ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇന്ന് പോയാൽ ഞങ്ങൾ നാളെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് മറ്റന്നാളെ വരുള്ളൂ. തിരിച്ചതിൻ്റെ പാതയിലേക്കാണ്, പഴയ കാലത്തിലേക്ക്. പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ഇതിലാണ്. അതിനിടയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു. മുട്ടിൻ്റെ സർജറി കഴിഞ്ഞു. കഴിഞ്ഞ 1 വർഷം ഫുള്ള് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു.
പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന എൻ്റെ ജപ്തിയായപ്പം ഇത് കൂപ്പൺ സിസ്റ്റത്തിലൂടെ ഞങ്ങൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൂപ്പണൊന്നും അങ്ങനെ അധികം പോകുന്നില്ല. ഒരു പകുതിയോളം കൂപ്പണേ പോയിട്ടുള്ളൂ. ഇനി ഒരു 14,000 കൂപ്പണിൻ്റെ അടുത്ത് പോകണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം ട്രീറ്റ്മെൻറ്റ് നടക്കണം. പിന്നെ ബാങ്കിൽ ലോണിൻ്റെ ഇത് അടയ്ക്കണം. കുറേ പൈസ അടച്ചു ലോണ്. അപ്പം ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ പൈസ അടച്ച് കുറച്ച് ഇതായിട്ട് നിൽക്കുക. ഇനി ബാക്കിയും കൂടെ പൈസ അടയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കേരളത്തിലെ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്, നമുക്കിപ്പോൾ ഈ ബാക്കിയുള്ള കൂപ്പണും കൂടെ എങ്ങനെയെങ്കിലും സെയിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ നറുക്കെടുപ്പ് നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഇപ്പം യാതൊരു മാർഗവും ഇല്ല. മോള് പഠിക്കുന്നുണ്ട്, ബാംഗ്ലൂർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് മുന്നോട്ടുള്ള ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീടിൻ്റെ ബാധ്യത നമുക്ക് ആദ്യം തീർക്കണം. പിന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം അങ്ങ് മുന്നോട്ട് പോകണം. ഇതെല്ലാവരും ഒന്ന് സഹകരിച്ച് നമുക്ക് ഒരു വഴി കാണിച്ചു തരണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എൻ്റെ സമ്മാനം, ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഇത് 26 സെൻറ്റ് സ്ഥലവും 3300 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. രണ്ടാം സമ്മാനം ഒരു താറിൻ്റെ യൂസ്ഡ് കാറാണ്. പിന്നെ മൂന്നാം സമ്മാനം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സെലേറിയ കാറാണ്. നാലാം സമ്മാനം പുതിയ ഒരു ബുള്ളറ്റ് ബൈക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒരു സമ്മാനമായിട്ട് ആൾക്കാർക്ക് ഒരു കൂപ്പൺ എടുക്കാനുള്ളൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ 2-3 സമ്മാനം കൂടെ എൻ്റെ കാറുകൾ കാര്യങ്ങൾ ഒരു ചെറിയ കാർ മാത്രമേ ഉള്ളൂ, സെലേറിയ കാർ മാത്രമേ ഉള്ളൂ. പിന്നെ 2-3 സമ്മാനം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ കാരണം ഒരു സമ്മാനം കൊണ്ട് ആൾക്കാർക്ക് ഒരു കൂപ്പൺ എടുക്കാനുള്ള താല്പര്യക്കുറവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 2-3 സമ്മാനം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത്. പിന്നെ 26 സെൻറ്റ് സ്ഥലമാണ്, 3300 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വെള്ളവും കിണർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം ചെയ്ത സോളാറ്, പിന്നെ സോളാറിലാണ് ഇത് കംപ്ലീറ്റ് ഈ വീട്. ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് സോളാറിലാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീടാണ്. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഇവരുടെ ഒരു വിഷമം നിറഞ്ഞൊരു ജീവിതമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. നമുക്കറിയാം, പ്രത്യേകിച്ച് മലയാളികൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ഏറെക്കാലം, ജീവിതത്തിൽ 35 വർഷക്കാലം പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ട് കൊറോണ സമയത്ത് തിരിച്ചെത്തിയിട്ട് തൻ്റെ ബിസിനസ്സിലുണ്ടായിരുന്ന വീഴ്ചയാണ് ഇദ്ദേഹത്തെ ഒരു പക്ഷേ ഈ വീട് വിൽപ്പന നടത്തുക, അതുപോലെ തന്നെ സമ്മാന കൂപ്പൺ അടിക്കുക എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 5000-ഓളം കൂപ്പണുകളാണ് ഇപ്പോൾ വിറ്റുപോയിട്ടുള്ളത്. ഇനി 3000-ഓളം കൂപ്പണുകൾ വിറ്റാൽ മാത്രമേ സെപ്റ്റംബർ 30-നുള്ളിൽ ഇവർക്ക് നറുക്കെടുപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചേച്ചിയുടെ ട്രീറ്റ്മെന്റും മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സുമനസുകളുടെ സഹായം തേടുകയാണ് ഇവർ. എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇവരോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്യാമറ ജേർണലിസ്റ്റ് അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തോടൊപ്പം സുധാ സുരേന്ദ്രൻ. പയ്യന്നൂരിലെ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന സി ഗോപാലൻ അനുസ്മരണ യോഗം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന സി ഗോപാലൻ അനുസ്മരണ യോഗം CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സമർത്ഥമായി അതിൽ നേതൃത്വപരമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ട്രേഡ് യൂണിയനുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നെ സംബന്ധിച്ച് ഇന്നത്തെ വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ അന്നത്തെ അറിവ് അല്ലെങ്കിൽ അന്നത്തെ അനുഭവങ്ങൾ ഇന്നുള്ളവർക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ല. കാരണം തൊഴിലാളികൾ വളർന്നു വരുന്നത് ഇവരെ താത്വികമായിട്ടൊന്നും പഠിച്ചുകൊണ്ടതല്ല. എന്നാൽ തൊഴിലാളി വർഗത്തിന്റെ ഒരു തൊഴിലാളിയുടെ പാഠശാല എന്ന് പറയുന്നത് തൊഴിൽശാലയാണ്. ആ തൊഴിൽശാലയിൽ എങ്ങനെയാണ് മുതലാളിത്തത്തിൽ ചൂഷണം നടക്കുന്നത് എന്ന് തങ്ങളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.
CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. VK ബാബുരാജ്, KK കൃഷ്ണൻ, UV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CITU ഓട്ടോ തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ വെസ്റ്റ് ഡിവിഷൻ സ്വയം സഹായ കൂട്ടായ്മ സംഗമവും ധനസഹായ വിതരണവും നടന്നു. പയ്യന്നൂർ CITU ഓഫീസിൽ നടന്ന പരിപാടി ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി UV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ വെസ്റ്റ് ഡിവിഷൻ സ്വയം സഹായ കൂട്ടായ്മ സംഗമവും ധനസഹായ വിതരണവും പയ്യന്നൂർ CITU ഓഫീസിൽ നടന്നു. ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി UV രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നല്ല സാമ്പത്തിക ശേഷി സമാഹരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൈവരിച്ചിട്ടുള്ള സംഘങ്ങളുണ്ട്, തുടങ്ങി വരുന്ന സംഘങ്ങളുണ്ട്. തുടങ്ങി വരുന്നവർക്ക് അന്തരം കൊടുക്കാൻ കഴിയില്ല. ഇവിടെ തെക്കുള്ള സംഘമുണ്ട്. അവർ പ്രാവശ്യം ഒന്ന് കൊടുക്കേണ്ടതില്ലാതെ തീരുമാനം സാമ്പത്തികമായി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ധനസഹായ വിതരണം നിർവഹിച്ചു. MD രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PV പത്മനാഭൻ, KV ചന്ദ്രൻ, K ഗോവിന്ദൻ, K ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത മൂലം എടാട്ടെ 5ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. ദേശീയപാതയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചേരാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന നടവഴിയിൽ കൂടി ഇന്ന് മലിനജലം ഒഴുകുന്നതിനാലാണ് പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത മൂലം എടാട്ടെ 5ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ എതിർഭാഗത്ത് ദേശീയപാതയിൽ നിന്നും ഇവിടെയുള്ള വീടുകളിലേക്ക് എത്തിച്ചേരാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന നടവഴിയാണ് മഴക്കാലത്ത് മാലിന്യം നിറഞ്ഞ് ചെളിക്കുളമായി മാറിയത്. ഈ മാലിന്യത്തിൽ ചവിട്ടിയാണ് കുട്ടികളും മുതിർന്നവരുമടക്കം ദിവസവും കടന്നു പോകുന്നത്. മുൻപ് ദേശീയപാതയിൽ നിന്നും സുഗമമായി നടന്നുപോയ വഴിയാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നത്. ദേശീയപാതയിൽ നിന്നും അല്പം താഴ്ന്നു കിടക്കുന്ന നടവഴിയിലേക്ക് ഇറങ്ങാനും കയറാനും കുട്ടികളും പ്രായമായവരും കടുത്ത പ്രയാസമാണ് അനുഭവിക്കുന്നത്. നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടിയാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. ഇതുവഴി കടന്നു പോകാൻ ഏറെ പ്രയാസമാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതിലെ കൂടെ വഴി നടന്നു പോകുന്ന വളരെ വർഷങ്ങൾ മുമ്പേയുള്ള ഞങ്ങൾ നടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഇപ്പം ഏതാനും ഈ നാഷണൽ ഹൈവേ വന്നതിന് ശേഷം ഇതിന് എന്തെല്ലോ പന്തികൾ ഉണ്ടാക്കി അവസാനം വെള്ളം പിന്നെ കിഴക്ക് ഭാഗത്തു നിന്ന് തെക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും ഒന്നിച്ച് വരുന്ന ശക്തിയായിട്ടുള്ള വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഹൈവേക്കാർ വന്ന് ഇത് ബ്ലോക്ക് ചെയ്ത് ഇപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ നിന്ന് വരുന്ന വെള്ളം ശക്തിയായി വരുന്നത് കൊണ്ട് ഈടിയിൽ മുൻപിലെ കൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ള പ്രയാസങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെ ജില്ലി നിരത്തിയും അതുപോലെ ആ ഭീമമായിട്ടുള്ള ആ വാർപ്പിൻ്റെ അവിടെ കൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലെ കൂടി നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിൽ MLA ഇടപെട്ടിട്ടുണ്ട്, നാട്ടുകാർ ഇടപെട്ടിട്ടുണ്ട്, തീർത്തി കൂട്ടായ്മയും എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ശരിയാക്കി തരും എന്നുള്ള അഭിപ്രായത്തിൽ അവർ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇതുവരെ. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം നടന്നു പോകാൻ തൽക്കാലം യാതൊരു രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. ഈ വഴി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. MLAയ്ക്കും പഞ്ചായത്ത് അധികൃതർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ ഉടൻ തന്നെ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ആംപിയർ ITIയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സര പരിപാടികൾ നടന്നു. പയ്യന്നൂർ ആംപിയർ ITIയിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ കൂട്ടായി ഓണപ്പൂക്കളമൊരുക്കി മത്സരപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും നടന്നു. പയ്യന്നൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ജയ സമ്മാനദാനം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ M വിജയൻ നമ്പ്യാർ, സ്റ്റാഫ് അംഗങ്ങളായ ഷീല ജയപ്രകാശ്, നൌഷാദ് ബീരാൻ, സജിൻ രാജ് K, സവിത NK, സജിന PV, P ഗംഗാധരൻ, ദീപ PV തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാങ്കോലിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ KSTU ജില്ലാ കമ്മിറ്റി അംഗം KD അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു.
NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാങ്കോലിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം KD അഗസ്റ്റിൻ ധർണ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ച് ആ സമര കേന്ദ്രത്തിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. NREG അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള സമരങ്ങൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. 125 രൂപയിൽ നിന്ന് 369 രൂപയിലേക്ക് കൂലി വർദ്ധിപ്പിച്ചെടുക്കാൻ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് കഴിഞ്ഞത്. P. വാസന്തി അധ്യക്ഷത വഹിച്ചു. PV ചന്ദ്രൻ, P. ഉഷ, PV വത്സല, C. രവീന്ദ്രൻ, സാവിത്രി അന്തർജനം തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഭൂവികസന പ്രവൃത്തികൾക്ക് വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പിൻവലിക്കുക, തൊഴിലുറപ്പ് നിയമം അനുശാസിക്കുന്ന തൊഴിലും കൂലിയും ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങി 5ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമം കുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണക്കനി നിറപ്പൊലിമ വിളവെടുപ്പ് പേരൂലിൽ നടന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സരിത ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ പൂക്കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് പേരൂരിൽ നടന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സരിത ഉദ്ഘാടനം ചെയ്തു. നടിയിൽ ഉത്സവമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വിളവെടുപ്പ് ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ ഇനിയും അങ്ങോട്ടേക്ക് ഇപ്പോൾ ഓണത്തിന് ഒരു പൂവ് എന്നുള്ളതാണ്, അതുപോലെ പച്ചക്കറി. അപ്പോൾ അതിൻ്റെ ഒരു വിളവെടുപ്പ് ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് ഇനിയും ഒരുപാട് വിളവെടുപ്പ് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. CDS ചെയർപേഴ്സൺ ആലീസ് ജോയ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർ NV ലിജിന, അഗ്രി CRP MT വത്സല, ശ്രീജ, CDS മെമ്പർമാർ, JLG അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ പയമ ചിരിമ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ പയമ ചിരിമ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. പഠനത്തിനപ്പുറത്തേക്ക് നമ്മുടെ കുടുംബത്തെയും നാടിനെയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം, വേഗതയേറിയ ഒരു കാലത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അച്ഛനും അമ്മമ്മമാരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് അധ്വാനിച്ചിട്ടാണ് നമ്മളെ മക്കളെ വളർത്തുന്നത്. PTA പ്രസിഡന്റ് ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ തമ്പാൻ, പ്രഥമാധ്യാപിക പ്രീതി, PV ചന്ദ്രൻ മാസ്റ്റർ, സൗഭാഗ്യ, രൺധീർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്യൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ K. രാജീവൻ, അച്ചാച്ചനും അമ്മാമയും കുട്ടികളും ചേർന്നുള്ള പരിപാടിയായ പയമ ചിരിമയിൽ മോഡറേറ്ററായി. ആരോഗ്യ പ്രവർത്തകൻ ശ്രീജിത്തും കൂടി ചേർന്നപ്പോൾ വ്യത്യസ്തമായ ഒരു പരിപാടിക്കാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണക്കനി നിറപ്പൊലിമ പദ്ധതി പ്രകാരം ഒരുക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ചെറാട്ട് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. ഓണത്തെ വരവേൽക്കാൻ കുടുംബശ്രീ മിഷന്റെ ഓണക്കനി നിറപ്പൊലിമയുമായി JLG കൂട്ടായ്മകൾ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറാട്ട് നടന്നു. പ്രസിഡന്റ് A. പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ JLG ഗ്രൂപ്പുകൾ മുഖാന്തരം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി ഇത്തരത്തിൽ ഓണത്തിന് ഓണക്കനി എന്നുള്ള രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നത്. വളരെ നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഓണത്തിന് വിഷരഹിതമായ പച്ചക്കറി എന്നുള്ള രീതിയിലേക്കാണ് ഇത്തരത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. 2ാം വാർഡ് ചെറാട്ട് ഉത്രം JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. CDS ചെയർപേഴ്സൺ K. ഷീബ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ശോഭ, വാർഡ് മെമ്പർ മുരളി, HI VV മനോജ് കുമാർ, PP ജയശ്രീ, അഗ്രി CRP സൗമ്യ പ്രദീപ്, JLG അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കാങ്കോൽ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ RK ഗോവിന്ദൻകുട്ടി ക്ലാസ് എടുത്തു. CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർത്തമാനകാല ഇന്ത്യയെക്കുറിച്ച് പഠന ക്ലാസ് നടത്തി. കാങ്കോൽ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ RK ഗോവിന്ദൻകുട്ടി, P ഗംഗാധരൻ, KP ഗോപാലൻ എന്നിവർ ക്ലാസ് എടുത്തു. ഇന്ത്യയിലാകെ മറ്റ് ഒരു അവസരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പശു. നമുക്കറിയാം, എത്രയോ കാലത്തേക്ക് പശു എന്ന ഒരു മൃഗത്തിന്റെ മാത്രമല്ല, ഈ മൃഗങ്ങളുടെ മാത്രമല്ല ജീവജാലങ്ങളുടെ പരിണാമത്തിന്റെ ഭാഗമായിട്ട് P ശശിധരൻ, KD അഗസ്റ്റിൻ, PP സിദിൻ, P രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടന്നപ്പള്ളി UP സ്കൂളിൽ തെയ്യം എന്ന അനുഷ്ഠാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി ചായില്യം എന്ന പേരിൽ വിവിധ പരിപാടികൾ നടന്നു. പ്രശസ്ത തെയ്യം കോലധാരി കണ്ടോന്താറിലെ വിനു പെരുവണ്ണാൻ കുട്ടികളുമായി സംസാരിച്ചു. കടന്നപ്പള്ളി UP സ്കൂളിൽ തെയ്യം എന്ന അനുഷ്ഠാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി ചായില്യം എന്ന പേരിൽ വിവിധ പരിപാടികൾ നടന്നു. സ്കൂളിലെ ഫോക്ലോർ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 200ഓളം തെയ്യങ്ങൾ അടങ്ങുന്ന തെയ്യം ഫോട്ടോ പ്രദർശനം, വീഡിയോ പ്രദർശനം, തെയ്യം പുസ്തക പരിചയം, തെയ്യം കോലധാരിയുമായുള്ള അഭിമുഖം എന്നിവ നടന്നു. പ്രശസ്ത തെയ്യം കോലധാരി കണ്ടോന്താറിലെ വിനു പെരുവണ്ണാൻ കുട്ടികളുമായി സംസാരിച്ചു. ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ബിന്ദു ടീച്ചർ വിനു പെരുവണ്ണാനെ ഉപഹാരം നൽകി ആദരിച്ചു. അതുപോലെ പോറ്റും പാട്ടും ബാക്കിയുള്ള എഴുത്ത് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അണിയറകളിൽ കൂടി തെയ്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഒരു കാവുകളിൽ അച്ഛനും അവരെ ഒരുപാട് ബാക്കിയുള്ള പ്രബലമായ തെയ്യം എപ്പോഴും കൂടിക്കൊണ്ട് ഒരു തെയ്യത്തിൻ്റെ ഒരു വലിയൊരു അന്തരീക്ഷത്തിൽ നിന്ന് പഠിച്ചതാണ് നമ്മൾ ചില കാര്യങ്ങൾ. തോട്ടങ്ങളെല്ലാം നമ്മൾ അങ്ങനെ പഠിച്ചത്. അപ്പോൾ അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ നാടന്മാരോട് നമ്മൾ ചോദിച്ച് ആ സംശയം തീർത്തുകൊണ്ട് ആ തെയ്യത്തിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപാട് വലിയൊരു സമുദ്രം തന്നെയാണ് തെയ്യം. അത് ചെറിയൊരു കോലധാരിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ഉള്ള ചില സംശയങ്ങൾക്ക് ഞാൻ തരാം. തെയ്യക്കാഴ്ചകൾ എന്ന കൂട്ടായ്മയിലെ വിവിധ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ തെയ്യം ചിത്രങ്ങൾക്ക് പുറമെ അധ്യാപകരായ ശ്രീരാഗ് KK, പ്രിയേഷ് MB എന്നിവരുടെ ഫോട്ടോകളും വീഡിയോകളും പ്രദർശനത്തിലുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വലിയപറമ്പ് പഞ്ചായത്തിന് കീഴിൽ ഇടയിലക്കാട്ടെ ബഡ് സ്കൂൾ പ്രവർത്തനം സംബന്ധിച്ചുള്ള വിവാദത്തിൽ പുതിയ ആരോപണവുമായി വലിയപറമ്പ് UDF നേതൃത്വവും ജനപ്രതിനിധികളും. ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറാവാതെ പാവപ്പെട്ട അംഗപരിമിതികളായ കുട്ടികളെ അനാഥരാക്കുന്ന നടപടിയാണ് LDF സ്വീകരിച്ചതെന്ന് UDF വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട്ടിൽ കഴിഞ്ഞ UDF ഭരണസമിതി ലോകബാങ്കിന്റെ സഹായത്തോടെ 1 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് 2020 ബഡ്സ് സ്കൂൾ പ്രാവർത്തികമാക്കിയത്. തൃക്കരിപ്പൂർ, പടന്ന എന്നീ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ 2020 ഒക്ടോബറിൽ അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് കോവിഡ് കാലമായതിനാൽ ബഡ്സ് സ്കൂൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. UDF ഭരണസമിതിയുടെ കാലത്തു തന്നെ നിയമപരമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭിച്ച അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിച്ചിരുന്നുവെന്നും UDF വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടാതെ മറ്റു പഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും അന്ന് ഒരുക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ബഡ്സ് സ്കൂളിലേക്കുള്ള ആയ നിയമനം സംബന്ധിച്ച് വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിൽ ഐക്യമുണ്ടാക്കി എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തി ഭരണ, പ്രതിപക്ഷ, രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കണമെന്ന UDF നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തള്ളിക്കളയുകയായിരുന്നുവെന്നും UDF നേതാക്കൾ ആരോപിച്ചു. LDF ഭരണസമിതി തുടർപ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറാകാതെ പാവപ്പെട്ട അംഗപരിമിതരായ കുട്ടികളെ അവഗണിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചതെന്നും അവർ പറഞ്ഞു. കേവലം 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ച് ഈ മാസം 29-ന് ബഡ്സ് സ്കൂളിന്റെ ഉദ്ഘാടനം വീണ്ടും നടത്താൻ തീരുമാനിച്ചത് ഏകപക്ഷീയമാണെന്നാണ് UDF ആരോപണം. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ UDFകാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതാണെന്നും അവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വലിയപറമ്പ് പഞ്ചായത്ത് UDF ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല, കൺവീനർ K അശോകൻ, പഞ്ചായത്ത് അംഗം M അബ്ദുൽ സലാം, ബാലൻ K വലിയപറമ്പ്, PKC അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വലിയപറമ്പ് പടന്ന-കടപ്പുറം റെഡ് സ്റ്റാർ ക്ലബ്ബും സാംസ്കാരിക കലാസമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന 38ാമത് ഓണം സെവൻസ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ തുടങ്ങി.
കടലോര ജനതയുടെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കാറുള്ള ടൂർണമെന്റിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 28 ടീമുകളാണ് ഇത്തവണ ഏറ്റുമുട്ടിയത്. ജേതാക്കൾക്ക് 70,000 രൂപയുടെ പ്രൈസ് മണിയും ട്രോഫികളും സമ്മാനിക്കുന്ന ടൂർണമെന്റിൽ ദേശീയ താരങ്ങളും തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സന്തോഷ് ട്രോഫി താരങ്ങളായ കളിക്കാർ ഉൾപ്പെടെ വിവിധ ടീമുകൾക്കായി വലിയ പറമ്പിന്റെ മണൽക്കളത്തിൽ കളിക്കാനെത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ ഓണക്കാലത്ത് സംഘടിപ്പിച്ചു വരുന്ന ഓണം സെവൻസ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ടീമായി പടന്നക്കടപ്പുറം ജോളി ഫ്രണ്ട്സ് ടീം. ക്വാർട്ടറിൽ മലബാർ ബസ് ക്ലബിനെ 1-4 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് ജോളി ഫ്രണ്ട്സ് സെമി ഫൈനലിൽ കടന്നത്. ടൗൺ പടന്ന, വിക്ടറി വെള്ളാപ്പ്, VS രാമൻചിറ, ഗ്രീൻ ചാലഞ്ചേഴ്സ് മാവിലക്കടപ്പുറം, റെഡ് സ്റ്റാർ പടന്നക്കടപ്പുറം, ബാസ്കറ്റ് പടന്നക്കടപ്പുറം തുടങ്ങിയ ടീമുകളാണ് ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നത്. ഓണാഘോഷ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാൽപന്ത് കളിമേള ആസ്വദിക്കാൻ നാടൊന്നാകെ പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് സായാഹ്നങ്ങളിൽ ഒഴുകിയെത്തുന്നു. ഓഗസ്റ്റ് 3 തുടങ്ങിയ ടൂർണമെന്റ് സെപ്റ്റംബർ 3 സമാപിക്കും. VM ബാലൻ മാസ്റ്റർ ചെയർമാനും A രാജീവൻ കൺവീനറുമായ 51 അംഗ ഓണാഘോഷ കമ്മിറ്റിയാണ് കായിക വിഭാഗത്തിന്റെ സഹകരണത്തോടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിൽ മുക്കാലി സഹൃദയ സാംസ്കാരിക വേദിയുടെ ചെണ്ടുമല്ലി വിളവെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ മുക്കാലി സഹൃദയ സാംസ്കാരിക വേദി നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റു പ്രസംഗത്തിനൊന്നും കാര്യമില്ല. നേരത്തെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷനും ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഓണത്തിൻ്റെ ഒരു കൊട്ട പൂവ് എന്നറിയപ്പെടുന്നൊരു പദ്ധതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ തുടങ്ങിയിട്ട് കുറേ വർഷക്കാലമായി. മാതൃകാപരമായിട്ട് ഇടപെടലാണ് ഈ മേഖലയിൽ നമ്മുടെ കൃഷി വകുപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതേപോലെ ചെണ്ടുമല്ലി കൃഷി ഇറക്കുകയും അതിൻ്റെ വിളവ് കൊയ്യാൻ ആവശ്യമായിട്ട് ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യവും അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ നേരത്തെ തന്നെ തൈകൾ കൊടുത്ത് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഓരോ സംഘടനയെ ഏൽപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് മുക്കാലി സഹൃദയ മുക്കാലി ഇതിൻ്റെ ഭാഗമായി ഇവിടെ ചെടി നടുകയും അതിപ്പോൾ നമ്മളെല്ലാം ചേർന്ന് അതിൻ്റെ വിളവ് കൊയ്യാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എന്തായാലും ഓണത്തിന് നമുക്ക് പൂവാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് കണ്ടെത്താനുള്ള ഒരു പ്രയാസം നമുക്കില്ല. വാർഡ് മെമ്പർ K പങ്കജാക്ഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിജയൻ AV, സന്ദീപ്, ഭാസ്കരൻ VV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.